10-ാം തീയതി. അപ്പോൾ ഈ സുന്നത്ത് എന്ന് പറയുമ്പോൾ പലർക്കും എന്തോ ഒരു വലിയൊരു ബേജാറായി വരുന്നൊരവസ്ഥ ഉണ്ട്. ഞാൻ പറയൽ കുട്ടികളെ ചിരിച്ച് കൊണ്ടുവരണം എന്നാ, ചിരിച്ചിട്ട് വരിക സുന്നത്ത് ചെയ്യാൻ വളരെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിന്ന് നിൽക്കുന്നത് ലാഫിയ ലബോറട്ടറിയിലാണ്. താമരശ്ശേരി കാരാടി കഴിഞ്ഞിട്ട് 18-ാം മൈലിലാണ്, നമ്മുടെ 10-ാം ബിൽഡിങ്ങിനാണ് ഈ ലാബ് വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് മറ്റൊരു കാര്യം നടക്കുന്നുണ്ട് ഇവിടെ, സുന്നത്ത് കർമ്മം. നമ്മുടെ ഈ ഒരു പരിസരത്ത് അങ്ങനെ ഏടെ ഈ ഒരു സുന്നത്ത് കർമ്മം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ല രീതിക്ക് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും അങ്ങോട്ട് എത്തിയിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉള്ളതായിട്ട്. കാരണം ഞാനും അറിഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ സുന്നത്ത് കർമ്മവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ നമ്പർ ഇതിൻ്റെ അടിയിലുണ്ടാവും. അപ്പോൾ അതിലൊന്ന് വിളിച്ച് ബുക്കിങ് കാര്യങ്ങളൊക്കെ എടുത്തോളൂ. ഇവിടെ വരുന്ന ഡോക്ടർ, സുന്നത്ത് ചെയ്യുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ പ്രശസ്ത സുന്നത്ത് കർമ്മ ഡോക്ടർ തന്നെയാണ്. അതായത് നമ്മുടെ ഖലീൽ ഷംറാസ് ഡോക്ടറാണ്. ഡോക്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഡോക്ടറോട് നമുക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. എത്ര വയസ്സ് മുതലാണ്, പിന്നെ അതേപോലെ സുന്നത്ത് കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഡോക്ടർ ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഡോക്ടറെ അങ്ങോട്ട് വിളിക്കാം. സാറേ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ 178 സുന്നത്ത് ഈ വെക്കേഷൻ ടൈമിൽ ചെയ്തേക്ക്. ഇന്നിപ്പോൾ അവിടെ ചെയ്യുന്നത് 39-ാമത്തെ സുന്നത്താണ്. ഇന്നിപ്പോൾ 10-ാം തീയതി. അപ്പോൾ ഈ സുന്നത്ത് എന്ന് പറയുമ്പോൾ പലർക്കും എന്തോ ഒരു വലിയൊരു ബേജാറായി വരുന്നൊരവസ്ഥ ഉണ്ട്. ഞാൻ പറയൽ കുട്ടികളെ ചിരിച്ച് കൊണ്ടുവരണം എന്നാ, ചിരിച്ചിട്ട് വരിക സുന്നത്ത് ചെയ്യാൻ വളരെ ചിരിച്ച് വരിക. വളരെ നിങ്ങൾ തന്നെ കണ്ടല്ലോ ഇപ്പോൾ ഉടമ്പ ചെയ്യുമ്പോൾ ആകെ ഒരു ചിലപ്പോൾ ഒന്ന് തരിപ്പിക്കാൻ എടുക്കുമ്പോഴുള്ളൊരു വേദന എന്നല്ലാതെ, അതിപ്പോൾ നമ്മൾ എന്ത് ഇഞ്ചക്ഷൻ വെക്കുമ്പോഴുണ്ടാകുന്ന നിസ്സാര വേദനയുള്ളൂ. പിന്നെ ബ്ലീഡിങ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കോട്ടറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മുമ്പായിട്ട് ട്രഡീഷണലി ചെയ്യുന്ന കാര്യങ്ങൾ രാത്രി വീട്ടിലെത്തിയിട്ട് ബ്ലീഡിങ് ആയിട്ട് കരയുക അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഇപ്പം നമ്മളിപ്പം കഴിഞ്ഞ ദിവസം 17 കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തിരുന്നു ഒരു ക്യാമ്പിൽ വെച്ച്. ആ 17 കുട്ടികൾ ആകെ 2 കുട്ടികളെ നമ്മൾ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത്രയും വളരെ കൂളായിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. ചില കുട്ടികളൊക്കെ രക്ഷിതാക്കളൊക്കെ വല്ലാണ്ട് ഇങ്ങനെ സുന്നത്ത് ചെയ്യാണ്, ഇത് പിഴിയും, അത് മുറുക്കി ഇത് കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അതെ, അങ്ങനത്തെ ഒരു ആശങ്കയുടെയും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ കൂളായിട്ട് കുട്ടികളെ കൊണ്ടുവരിക. അത് ഏത് വർഷത്തിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതൊരു 7-ാം ദിവസത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ന്യൂ ബോൺസിനാണ് ഏറ്റവും നല്ലതെന്ന് തന്നെ പറയും. എത്ര വയസ്സ് വരെയും ചെയ്യാം, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇനി ചെറിയ കുട്ടികളോ എത്രയൊക്കെ ചെയ്യും. നമ്മൾ പണ്ടത്തെ പോലെ കുട്ടികൾ ഇങ്ങനെ വല്ലാതെ അങ്ങോട്ട് റെസ്റ്റ് എടുക്കണമെന്നൊന്നും നമ്മൾ പറയാറില്ല. കുറച്ചൊക്കെ നടന്നു പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പൊതുവേ പലർക്കും ഭയങ്കര ആശങ്കയാണ് ഇതിനെക്കുറിച്ച്. ഇതെന്തോ വലിയൊരു സംഭവമാണ്, വളരെ നിസ്സാരമായിട്ട് തന്നെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇന്നിപ്പം ഒരു സുന്നത്ത് കഴിഞ്ഞു, ഇപ്പോൾ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് 3-4 എണ്ണം, ഇന്നൊരു 6 എണ്ണം ചെയ്യാണ്ട് മൊത്തം. അപ്പോൾ നമ്മൾ വളരെ കൂളായിട്ട് സിമ്പിളായിട്ട് പോകും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഓരോ സുന്നത്ത് കഴിയുമ്പോൾ പണ്ടൊക്കെ ഡോക്ടർക്ക് തന്നെ ടെൻഷനായിരിക്കും. നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞാലും ചിലർക്ക് പല ആശങ്കകളും ഉണ്ടാവും. ഇതെന്താവും 3-4 ദിവസം കഴിയുമ്പോൾ അവിടെ കുറേ പൊറ്റകളൊക്കെ പ്രത്യക്ഷപ്പെടും. കുറച്ച് പൊറ്റകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും, ഒരു കറുപ്പ് കളറിലൊക്കെ വരും. അതൊന്നും കാരണം ആശങ്കപ്പെടേണ്ട. കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ വീട്ടിലേക്ക് വിട്ടുകൊടുക്കുക. പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമല്ല. തുന്നെടുക്കേണ്ട കാര്യമല്ല. തുന്നെന്ത് ചെയ്യുക, അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പോകും. വെറുതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തുന്നെടുക്കാൻ വരണോ, അതിൻ്റെ വേദന എന്നുള്ളതൊന്നും ആശങ്ക, അതിനൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഹാപ്പി ആയിട്ട് വരണം. അത് കാരണം ഒരു റിലീജിയസ് സെറമണി ആയിട്ട് നമ്മൾ മറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതൊരു ഹാപ്പി മൊമെൻ്റാണ്, ഒരു സന്തോഷകരമായ നിമിഷമാണ് അല്ലേ? ആ നിമിഷം സന്തോഷത്തോടെ വേണം വരണം. കുട്ടികളെ പിന്നെ ചില രക്ഷിതാക്കൾക്ക് ഞങ്ങൾ നിൽക്കണോ കൂടെ എന്നൊക്കെ ചെയ്യും. രക്ഷിതാക്കൾ നിൽക്കാത്തതാണ് നല്ലത്. കാരണം രക്ഷിതാക്കൾ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ആൾക്കാർക്ക് ശ്രദ്ധ വരലായിരിക്കും. ചിലപ്പോൾ പലപ്പോഴും കുട്ടികൾ കരയുന്നത് വേദന കൊണ്ടായിരിക്കില്ല, സുന്നത്ത് ചെയ്യുമ്പോഴുള്ള വേദന കൊണ്ടായിരിക്കില്ല. ചില കുട്ടികൾ സുന്നത്ത് ചെയ്യുമ്പോൾ പറയും നിങ്ങൾ എന്താ ഇക്ലിപ്പെടുത്തുകയാണോ എന്ന് ചോദിക്കും. ആ ഇക്ലിപ്പെടുത്തൽ ചിലപ്പം ഫീൽ ചെയ്തെന്ന് വരും. മനസ്സിലായില്ല? ചില കുട്ടികൾ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ അപ്പുറത്തൊക്കെ. അതെ. അപ്പോൾ ഈ ഫാമിലി അതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇവർ ഫാമിലിൻ്റെ മേലെ ഇപ്പോൾ നമ്മളെ ശ്രദ്ധ. അപ്പം നമ്മളെ ശ്രദ്ധ തെറ്റിപ്പോകാനുള്ള ഒരു സാഹചര്യം രക്ഷിതാക്കൾ ഉണ്ടാക്കുക ചെയ്യുക. മറ്റെന്ത് നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് ഇനി കാർട്ടൂണൊക്കെ കണ്ട് ചെയ്യേണ്ട കുട്ടികളാണ് അവർ കാണിപ്പിച്ച് ചെയ്യും. പലർക്കും പല ട്രഡീഷണലായി ചിലർക്ക് ചിലപ്പം എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള പാട്ടാണ് കേൾപ്പിക്കണമെങ്കിൽ അത് കേൾപ്പിച്ചു കൊടുക്കും. ചിലർക്ക് ഫാത്തിയ സൂറത്തൊക്കെ ആണ് കേൾപ്പിക്കേണ്ടെങ്കിൽ അത് കേൾപ്പിച്ചു കൊടുക്കും. ഇനി നമുക്ക് പുതിയ ടെക്നോളജി VR ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ചില കുട്ടികൾക്ക് മേലെ VR വെച്ച് ഘടിപ്പിച്ചു കൊടുക്കും. അത് ഓരോ കുട്ടികൾക്കുള്ള നീഡ്സിനനുസരിച്ചാണ് നമ്മളത് ചെയ്യുക. പിന്നെ ഇവര് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വരുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഈ ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ ഈ ഒരു ഹാപ്പി മൊമെന്റ്സിനെ നമ്മൾ മാക്സിമം ഇതാക്കുകയാണ്. വളരെ ഹാപ്പി ആയിട്ട് കുട്ടികളെ കൊണ്ടുവരിക, വളരെ ഹാപ്പി ആയിട്ട് ചെയ്തിട്ട് പോവുക. ഒരു ആശങ്കയും വേണ്ട. ഇത് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കുട്ടികളുടെ ജീവിതത്തിലൊരു വലിയൊരു
പടവ് എന്താ പറയുക, ഒരു അവരുടെ സ്പിരിച്വൽ ലൈഫിലെ ഏറ്റവും വലിയൊരു എപ്പിസോഡാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്രയും ആനന്ദകരമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും നല്ല രീതിക്ക് ചിരിച്ചുകൊണ്ട് നമ്മൾ 15ഓളം സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ മഞ്ചേരിയാണ് നമ്മൾ മെയിനായിട്ടുള്ളൊരു സെൻറ്റർ മഞ്ചേരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പലയിടത്തുമായിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ താമരശ്ശേരി എത്തി, ഇത് കഴിഞ്ഞ് വേറെ സ്ഥലങ്ങളോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനുണ്ട്. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ 5-6 സ്ഥലങ്ങളിൽ ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു കേന്ദ്രമാണ് ഇവിടെ താമരശ്ശേരി അങ്ങാടിയാണല്ലോ. താമരശ്ശേരി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കോഴിക്കോടുള്ളൊരു ടൗണാണ് അല്ലേ. അപ്പം എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് വരിക, മനസ്സിലായില്ലേ, ആശങ്ക വേണ്ട. പലപ്പോഴും ഡോക്ടർ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാവരും ഹാപ്പി ആയിട്ട് വന്നിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകണമെന്നാണ്. അപ്പോൾ എല്ലാവരും ഇവിടുത്തെ നമ്പർ ഒന്ന് ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചോളി. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ബുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ, ഈ വെക്കേഷൻ സമയമാണ്, ഈ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്തു വെച്ചോളി. അപ്പോൾ നമുക്ക് കാണാം. അല്ല കുട്ടി